എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് 6 വരെയുള്ള ലെറ്ററാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. അപ്പൊ ഇന്ന് അതിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 6 മുതലുള്ള 6 കഴിഞ്ഞിട്ട് ബാക്കി 6 കഴിഞ്ഞാൽ നമുക്ക് എസ് ആണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത്. അപ്പൊ എസ് ഏതിൽ വരുന്ന നമ്മൾ നോക്കാലോ. എസ് ഏതിൽ വരുന്നതാ? അടിയത്തെ ഈ ലെറ്റർ, അതായത് 6:5 എന്നുള്ള റേഷ്യോയിൽ വരുന്ന ലെറ്ററാണ് എസ് എന്ന് പറയുന്നത്. അപ്പൊ എസ് തുടങ്ങേണ്ടതാണ് 6 ഹൈറ്റ് ആയിരിക്കും. 1 2 3 4 5 6 അല്ലെ? 6 ഹൈറ്റ് ആയിരിക്കും. ഇനി 5 ആയിരിക്കും ഇതിന്റെ വിടുത്ത്, 5 കോളായിരിക്കും ഇതിന്റെ വിടുത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എസ് തുടങ്ങേണ്ടത് 5-ാമത്തെ ഇവിടെ തുടങ്ങി ഇതിന്റെ ഈ എഡ്ജിൽ മുട്ടുന്നില്ല. അതിന് മുന്നേ നമ്മൾ, അതായത് 1-ാമത്തെ കോളത്തിന്റെ പകുതി കൂടെ നമ്മൾ ഇങ്ങോട്ട് വന്ന് നേരെ പകുതിയിലാണ്, അതായത് 1 2 3 3-ാമത്തെ കോളത്തിൽ കൂടിയാണ് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്നത്. ക്രോസ് ചെയ്ത് തിരിച്ചിവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഈ എഡ്ജിൽ മുട്ടി. ഇവിടത്തെ ഫസ്റ്റത്തേൽ നമ്മൾ എഡ്ജിൽ മുട്ടിച്ചില്ല, 2-ാമത്തെ എഡ്ജിൽ നമ്മൾ മുട്ടിയതിന് ശേഷം ഇവിടെ തിരിച്ചു വന്നു. അത് ഇവിടെ എവിടെയാ മുട്ടുന്നത്? സെന്റർ ഭാഗത്ത് മുട്ടി. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഫസ്റ്റത്തെ കോളത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ കോളത്തിന്റെ ഈ എഡ്ജിൽ കൊണ്ടേ സ്റ്റോപ്പ് ചെയ്യിച്ചു. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ ഈ എഡ്ജിൽ മുട്ടിയിട്ടില്ല, പക്ഷെ ഈ ഭാഗത്ത് വരുമ്പോൾ, അടിഭാഗത്ത് വരുമ്പോൾ മുട്ടി. നമ്മൾ ബി പറഞ്ഞ പോലെ തന്നെ ബിയുടെ ഫസ്റ്റ് ഇവിടെ മുട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ എസിന്റെ ആദ്യത്തെ മുട്ടിയില്ല, 2-ാമത് ഈ ഭാഗത്ത് എഡ്ജ് കൊണ്ട് ടച്ച് ആവുന്ന രീതിയിൽ. ഓക്കെ, അടുത്ത ടി ആണ്. ടി നമ്മൾ പറഞ്ഞു ടോം ക്യൂ ആക്ച്വലി ഫസ്റ്റത്തെ ലെറ്ററിന് ടി ആണ്. അപ്പൊ ടി വരേണ്ടത് 6:6 ആണ്. അതായത് 6 ഹൈറ്റ് ആണെങ്കിൽ 6 വിടുത്തായിരിക്കണം. വേറെ ഒന്നുമില്ല, ടോപ്പിലെ ലൈൻ വരച്ചു. അതിനുശേഷം സെന്ററിൽ ഏതാണോ 1 2 3 3-ാമത്തെ സെന്ററിൽ കൂടെ താഴേക്ക് അടിയിൽ മുട്ടുന്ന രീതിയിൽ ലൈൻ വരച്ചു. ഇതാണ് ടി എന്നുള്ളത്. ഓക്കെ, അടുത്ത ലെറ്റർ യു ആണ്. യു നമ്മൾ പറഞ്ഞു ടോം ക്യൂ ആക്സി. ഇതിനകത്ത് യു ഉണ്ടോ? ഇല്ല. അപ്പൊ യു എവിടെയാ വന്നേക്കുന്നത് നോക്കാം. നമ്മൾ 6:5 യു വന്നേക്കുന്നത് അല്ലെ? 6:5 അടിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എണ്ണി നോക്കാം. 1 2 3 4 5 6. ഇനി വിടുത്ത് 1 2 3 4 5 അല്ലെ? 5 വിടുത്ത് വന്നത്. അപ്പൊ ഫസ്റ്റ് ലൈന് സ്ട്രേറ്റ് ലൈൻ വരച്ചു. അതിനുശേഷം ഈ 5-ൽ എത്തുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കർവ് ചെയ്ത് ഇവിടേക്ക് എത്തിച്ചു. അപ്പൊ കർവിന്റെ സെന്റർ ടച്ച് ചെയ്തിരിക്കുന്നത് സെന്റർ ഭാഗത്തായിരിക്കും. അപ്പൊ യു നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് വി ആണ്. ഈ വി നമ്മൾ ഒന്നുമില്ല, ലാസ്റ്റ് എത്രയാണ് വിന്റെ? ക്യൂ ആക്സി അല്ലെ? വി ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ 6:6 ആണ്. 6 ഹൈറ്റ്, 6 തന്നെയാണ് വിടുത്ത്. അപ്പൊ 6 ഹൈറ്റ് എങ്കിൽ ഇവിടുന്ന് 6-ന്റെ വിടുത്തിന്റെ 3-ാമത്തെ 1 2 3-ാമത്തെ സെന്ററിലേക്ക് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഒരു ഇംഗ്ലൈൻഡ് ലൈൻ വരച്ചു. അതേപോലെ തന്നെ ഇവിടുന്ന് മുകളിലെ എൻഡിങ്ങിലേക്കും ഒരു ഇംഗ്ലൈൻഡ് ലൈൻ വരച്ചു. ഇതാണ് വി എന്ന് പറയുന്നത്. അപ്പൊ 6:6 വരയ്ക്കേണ്ടത്. ഹൈറ്റും വിടുത്തും സെയിം തന്നെയാണ് ഇതിനകത്ത്. ഇനി അടുത്ത ഡബ്ല്യു നമ്മൾ പറഞ്ഞു. നമ്മൾ എം വരച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് സ്ട്രെയിറ്റ് ആന്ന് പറഞ്ഞു അല്ലെ? സ്ട്രെയിറ്റ് ആയിട്ടാണ് ഫസ്റ്റത്തെ ലൈൻ വരയ്ക്കുന്നത്. ഡബ്ല്യു വരയ്ക്കുമ്പോൾ അങ്ങനെയല്ല. ഡബ്ല്യുവിന്റെ വിടുത്ത് എത്രയാന്ന് നമ്മൾ പറഞ്ഞു. ഡബ്ല്യുവിന് മാത്രമുള്ളൊരു വിടുത്തുണ്ട്. 6:8 ആണ്. 6:8. അതായത് എച്ച് ആണെങ്കിൽ എച്ച് 10 ആണെങ്കിൽ 1.2 കൊണ്ട് ഇൻറ്റു ചെയ്യണം അതിന്. അപ്പൊ എത്ര വരും? വിടുത്ത് 12 വരും. ഹൈറ്റ് 10ഉം വിടുത്ത് 12 ആയിരിക്കും. അപ്പൊ അതിന് വരിക. അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കാം. ആദ്യത്തെ ഇതിനകത്ത് 1 2 3 4 5 6 7 8 അല്ലെ? 8 കോളം വന്നു. ഇനി ഹൈറ്റ് എത്രയുണ്ട്? 1 2 3 4 5 6 കോളം വന്നു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് 8 കോളത്തിന്റെ ഇവിടെ 2-ാമത്തെ ലൈനിലേക്ക് നമ്മൾ ഫസ്റ്റ് ലൈനിൽ നിന്ന് ഒരു ഇംഗ്ലൈൻഡ് ലൈൻ വരച്ചു. അവിടുന്ന് ഇനി എത്രാമത്തെ ലൈൻ? 1 2 3 4-ാമത്തെ, അതായത് കറക്റ്റ് സെന്ററിലേക്ക് ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ ഇവിടേക്ക് എത്ര വന്നേക്കണേ? ഇവിടെ 6-ാമത്തെ ലൈനിലേക്ക് 1 2 3 4 5 6-ാമത്തെ ലൈനിലേക്ക് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി 6-ാമത്തെ ലൈനിൽ ലാസ്റ്റ് എഡ്ജിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? അതിനെ ക്ലോസ് ചെയ്തു. ഇങ്ങനെയാണ് ഡബ്ല്യു വരയ്ക്കുന്നത്. ഡബ്ല്യുവിന് മാത്രമാണ് ഏറ്റവും വിടുത്ത് കൂടിയ ലെറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഡബ്ല്യു ആണ്. അത് 6:8 നമ്മൾ വരയ്ക്കേണ്ടത്. വിടുത്തിന് ഹൈറ്റിനേക്കാളും കൂടുതൽ വിടുത്തുള്ള ഒരേ ഒരു ലെറ്റർ ഉള്ളൂ. ഏതാണത്? 6:8 വരയ്ക്കുന്ന ഡബ്ല്യു ആണത്. ഓക്കെ, ഇനി നമുക്ക് എക്സ് നമ്മൾ ഏതായാലും വരണ്ടേ? ഇത് ഓക്കെ, ടോം ക്യൂ ആക്സി എക്സ് ഇവിടെ ഉണ്ട് അല്ലെ? അപ്പൊ 6:6 വരയ്ക്കേണ്ട ലെറ്റർ ആണ്. 6:6 വരയ്ക്കേണ്ടത് നമ്മൾ 6 ഹൈറ്റ് ആയിരിക്കും, 6 വിടുത്തായിരിക്കും. ഇത് വരയ്ക്കുമ്പോഴും ഫസ്റ്റ് തുടങ്ങുന്നത് ഈ എഡ്ജിൽ നിന്നല്ല, കുറച്ച് വിട്ടിട്ടാണ് തുടങ്ങുക. അതുപോലെ തന്നെ ഈ ലൈനും അതുപോലെ കുറച്ച് ഇങ്ങോട്ട് വിട്ടിട്ടാണ്. പക്ഷെ അവസാനിക്കുന്ന 2 ലൈനുകളും ഇവിടുന്ന് കുറച്ച് വിട്ടാണ് തുടങ്ങിയെങ്കിലും അവസാനിക്കുന്നത് കോർണറിലേക്കാണ്. ഇവിടെ അതുപോലെ തന്നെ കുറച്ച് ഇങ്ങോട്ട് വിട്ടിട്ടാണ് തുടങ്ങിയെങ്കിലും അവസാനിക്കുന്നത് കോർണറിലേക്കാണ്. അതായത് മോൾ ഭാഗത്ത് ഈ ഭാഗത്ത് കുറച്ച് വിടുത്ത് കുറവും ഏറ്റവും അടിഭാഗത്ത് വിടുത്ത് കൂടുതലുമായിരിക്കും എക്സിന്. എത്രയാണ് റേഷ്യോ വരുന്നത്? 6:6 ആണ് അതിന്റെ റേഷ്യോ വരിക. അടുത്ത വൈ ആണ്. വൈ ഏതിൽ വരുന്ന? വൈ ഇതവിടെ ടോം ക്യൂ ആക്സിൽ നമ്മൾ പറഞ്ഞു 6:6 വരുന്നതാണ്. അപ്പൊ 6:6 തന്നെ വിടുത്തും ഹൈറ്റും 6 തന്നെ ആയിരിക്കും. 1 2 3 4 5 6. ഇനി അതുപോലെ 1 2 3 4 5 6 അല്ലെ?
ഇനി ഇതിന്റെ സെന്ററിലേക്കാണ് വന്നേക്കുന്നത്. വൈൻ്റെ വന്നേക്കുന്ന സെന്ററിലേക്കല്ലേ നോക്കിയാൽ 1 2 3 മൂന്നാമത്തെ ലൈനിന്റെ സെന്ററിലേക്കാണ് വന്നേക്കുന്നത്. ഇവിടുത്തെ അതേപോലെ തന്നെ ആയിരിക്കും 1 2 3 മൂന്നാമത്തെ ലൈനിന്റെ സെന്ററിലേക്ക്. ഇനി സെന്ററിലേക്ക് വി പോലെ വന്നു. അതിനുശേഷം അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വന്നു. ഇതാണ് വൈ എന്ന് പറയുന്നത്. ഇനി ഇസഡിന്റെ നമ്മൾ പറഞ്ഞു ട്യൂൺ കോവാക്സിൽ ഇല്ല, നമ്മൾ 6:5 വരയ്ക്കേണ്ടത്. ഏറ്റവും ഇതിലൊന്നും പെടാത്ത ലെറ്റർ ആണ് ഇസഡ് എന്ന് പറയുന്നത്. ഇസഡ് 6:5 വരയ്ക്കണം. അപ്പൊ 6 ഹൈറ്റും 5 വിടുത്തും ആയിരിക്കും. അപ്പൊ തുടങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ കുറച്ച് ഈ എഡ്ജും നല്ല കുറച്ച് വിട്ടിട്ടാണ് തുടങ്ങുന്നത്. എൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് അതുകൊണ്ട് ഈ എൻഡിലേക്ക് ക്രോസ് ലൈൻ വരയ്ക്കുന്നു. എൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ എഡ്ജിൽ എൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇസഡ് പഠിച്ചു. ഇനി നമുക്ക് ലെറ്റേഴ്സ് കഴിഞ്ഞു. നമ്മളൊക്കെ ഇനി എന്താ ന്യൂമറൽസ് ആണ് പഠിച്ചത്. നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് സാധാരണ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ ചോദ്യം ചോദിക്കാറുള്ളൂ. ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതാനാണ്. അപ്പൊ അതുകൊണ്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് നമുക്കിപ്പോൾ നോക്കി പോവാം. ഇതേപോലെ തന്നെ ഇതിന്റെ സ്മോൾ ലെറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. നമുക്കത് ഇപ്പൊ തൽക്കാലം നോക്കുന്നില്ല. അപ്പൊ ഇനി ന്യൂമറൽസും സാധാരണ ചോദിച്ചു കാണാറുണ്ട് നിങ്ങളുടെ ഇതിനകത്ത്. അതായത് ലെറ്റേഴ്സിന്റെ കൂടെ എന്തെങ്കിലും ന്യൂമറലും കൂടി ചോദിച്ചു. അപ്പൊ അതും കൂടി ഒന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇനി ഒന്നാമത്തെ ഞാൻ പറഞ്ഞു, ഒന്നിന്റെ പറഞ്ഞാൽ ഒരു ലൈനിൽ മാത്രം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നതാണ്. 1ഉം Iയും ഏകദേശം ഒരേപോലെ സെയിം പോലെ വരയ്ക്കുന്ന സാധനമാണ് 1ഉം Iയും. ഇനി അടുത്ത 2 എന്നുള്ളത് നമ്മൾ 2 എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എത്രയാണ്? 1 2 3 4 5 6 1 2 3 4 5 5 6:5 വരയ്ക്കണ ഏത് 2 എന്ന് പറയുന്നത്. 2 എവിടെ നിന്ന് തുടങ്ങേണ്ടതെന്ന് നോക്കിയോ. ഫസ്റ്റ് ലെറ്ററിന്റെ അടിഭാഗത്തു നിന്നാണ്, ഫസ്റ്റ് കോളത്തിന്റെ അടിഭാഗത്ത് നിന്ന് തുടങ്ങി ഇവിടെ വന്ന് സെന്ററിലേക്ക് എത്തിച്ചു. സെന്ററിൽ പിന്നെ ഇതേപോലെ ഇങ്ങനെ ഒരു കർവ് ചെയ്ത് വന്നിട്ട് അടിയിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോയത്. അപ്പൊ ഈ ഭാഗം സ്ട്രെയിറ്റ് ലൈൻ അല്ല, എന്താണ്, ഒരു കർവ് ഭാഗമാണ്. നമ്മൾ എഴുതുന്ന സമയത്ത് സാധാരണ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് എഴുതാറുള്ളത്. പക്ഷെ അതിവിടെ നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ എഴുതുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഒരു കർവ് പോലത്തെ ഭാഗമാണ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, 3 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ബി എഴുതി. അതേപോലെ തന്നെ ആദ്യത്തേത് എവിടെയെങ്കിലും ടച്ച് ചെയ്തിട്ടില്ല. അതേസമയം 3 സെന്ററിലേക്ക് വന്നു. സെന്ററിലേക്ക് വന്നിട്ട് ഇതിന്റെ സെന്ററിൽ എത്തിയിട്ടില്ല, അതിന് മുന്നേ സ്റ്റോപ്പ് ചെയ്തു. അതിന് ഇവിടെ ഭാഗം ഈ എഡ്ജിൽ ടച്ച് ചെയ്തു. ഈ എൻഡും ഇവിടെ എഡ്ജിൽ കൊണ്ടുവന്ന് ടച്ച് ചെയ്തു. ഇതാണ് 3 എന്ന് എഴുതുന്നത്. ഇനി 4 എന്ന് എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞു ഇതെല്ലാം 6:5 3 4 ഒക്കെ 6:5. 6 ഹൈറ്റ് 5 വിടുത്ത്. ഇനി ഇതിനെ നമ്മൾ പറഞ്ഞു ഇത് ഒന്നാമത്തെ കോളം കഴിഞ്ഞിട്ട്, അതായത് ലാസ്റ്റിലെ കോളം തൊട്ട് മുന്നത്തെ ലൈനിൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അതിനുശേഷം രണ്ടാമത്തെ കോളത്തിന്റെ പകുതിയായിട്ട് നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അവിടുന്ന് ഈ കോർണറിലേക്ക് എഡ്ജ് ചെയ്യുന്ന മുട്ടിക്കുന്ന രീതിയിൽ നമ്മൾ അതിന്റെ ഇൻക്ലൈൻഡ് ലൈൻ വരച്ചു. ഓക്കെ, ഇനി 5ാമത്തെ ലൈൻ നമ്മൾ വരയ്ക്കുന്നത് ഇതെല്ലാം 6:5 ഞാൻ പറഞ്ഞു. സ്ട്രെയിറ്റ് ലൈൻ ഇവിടുന്ന് 2 എഡ്ജിലും ടച്ച് ചെയ്യാത്ത രീതിയിലാണ് വരച്ചേക്കുന്നത്. 2 എഡ്ജിലും ടച്ച് ചെയ്തിട്ടില്ല. ഇനി അതിനുശേഷം അവിടുന്ന് നേരെ താഴേക്ക് വരച്ചു. താഴേക്ക് വരച്ചിട്ട് 1 2 3ാമത്തെ ലൈനിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടച്ച് ചെയ്യണം. അവിടുന്ന് കഴിഞ്ഞിട്ട് പിന്നെ മുകളിലേക്ക് പോയിട്ട് 2ാമത്തെ ലൈനിൽ കൂടെ അവിടെ സെന്ററിൽ ടച്ച് ചെയ്ത് ഇവിടുത്തെ ലാസ്റ്റ് എഡ്ജിലും സെന്ററിൽ ടച്ച് ചെയ്ത് അവസാനം ഇവിടെ വന്ന് ഫസ്റ്റ് കോളത്തിന്റെ ഈ എൻഡിൽ വന്ന് ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് 5 വരച്ചിരിക്കുന്നത്. ഇനി 6 നമുക്ക് നോക്കാം. 6 നമ്മൾ പറഞ്ഞു ഇതും 6:5 തന്നെ വരയ്ക്കുന്നത്. നമ്മൾ അവസാനത്തെ ലെറ്റർ കോളത്തിന്റെ മിഡിൽ നിന്ന് നമ്മൾ തുടങ്ങി ഇവിടെ ഈ എഡ്ജിൽ ടച്ച് ചെയ്യിച്ചു. അതിനുശേഷം കർവ് ചെയ്ത് വന്നു. ഈ എഡ്ജിൽ ടച്ചായി. അതിനുശേഷം ഇവിടുന്ന് വീണ്ടും ഈ എഡ്ജിൽ ടച്ചായി. എത്രയില്ല? 3ാമത്തേലല്ല, അതിന് മുകളിൽ 4ാമത്തെ ഇതിനകത്ത്, അതായത് അടിയിൽ നിന്ന് ഇടുമ്പോൾ 4ാമത്തേലാണ് ടച്ച് ചെയ്തിട്ട് ഇതിലേക്ക് പോകുന്നത്, ഇവിടേക്ക് എൻഡ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും ഈ സെന്ററിൽ കൂടെയാണ്. സെന്ററിൽ കൂടെയല്ല, സെന്ററിൽ കൂടെ ഒരു കള്ളിയും കൂടി ഉയർന്നാണ് ഇത് ക്ലോസ് ചെയ്യുന്നത്. ഇനി 7ാമത്തെ നമ്മൾ ഈ ഒരു ലൈൻ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അവിടുന്ന് ക്രോസ് ആയിട്ട് തന്നെ വന്നു, ഇൻക്ലൈൻഡ് ആയിട്ട് വന്നു. ഇൻക്ലൈൻഡ് ആയിട്ട് വന്ന് ഇവിടെ ഒരു ക്രോസ് ലൈനും കൂടി ഉണ്ട് കേട്ടോ, കോളം വരച്ചേണ്ട. ഇവിടെ കാണാനില്ലാത്തതാണ്. അപ്പൊ നിങ്ങൾ 6:5 അല്ല എന്ന് വിചാരിക്കേണ്ടത്. ഇതും 6:5 തന്നെ. 1 2 3 4 5 ഇങ്ങനെ 5 ഉണ്ട്. ഒരു ലൈൻ ഇവിടുന്ന് മാറിപ്പോയതാണ്. ഓക്കെ, അപ്പൊ അത് ഇവിടെ വന്നു. ലാസ്റ്റത്തെ ഇതിലേക്ക് വന്നതിന് ശേഷം അവിടുന്ന് പിന്നെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് താഴേക്ക് പോകുന്നത്. അവസാനത്തെ കോളത്തുനിന്ന് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് താഴേക്ക് പോകുന്നത്. 7. ഇനി 8 നമ്മൾ പറഞ്ഞു, നമ്മൾ ബി ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും മുകളിലുള്ളതിന് വലിപ്പം കുറവായിരിക്കും, അടിയിലുള്ളതിന് വലിപ്പം കൂടുതലായിരിക്കും. അപ്പൊ ഏറ്റവും മുകളിലുള്ള ഭാഗം 1 2 3 മൂന്നാമത്തെ കറക്റ്റ് സെന്ററിൽ തന്നെയാണ് ക്രോസ് ചെയ്തേക്കുന്നത്. ഇനി മുകളിലുള്ള ഭാഗം എന്ത് ചെയ്തേക്കണേ? 2 സൈഡിലും എഡ്ജ് ടച്ച് ആവാതെ 2 സൈഡിലും ടച്ച് ആവാത്ത രീതിയിലാണ് വരച്ചിരിക്കുന്നത്. സെന്ററിൽ കൂടിയാണ് വരച്ചിരിക്കുന്നത്. അടിയത്തെ ഭാഗം എന്ത് ചെയ്തു? ഒരു ഓവൽ ഷേപ്പിൽ എല്ലായിടത്തും ടച്ച് ചെയ്യുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത്. 8. ഇനി 9 നമ്മൾ പറഞ്ഞു. നേരത്തെ നമ്മൾ 6 പറഞ്ഞ പോലെ തന്നെ എന്തിലെല്ലാം സെന്ററിലല്ല വന്ന് ക്ലോസ് ചെയ്യുന്നത്, അതിന്റെ തൊട്ട് താഴത്തേൽ വന്ന് ക്ലോസ് ചെയ്തു. നമ്മൾ ഇതിലൂടെ വന്നു, ഈ സെന്ററിലെല്ലാം ടച്ച് ചെയ്തു. സെന്ററിൽ ടച്ച് ചെയ്തതിനു ശേഷം ഇവിടുന്ന് ഇത് കർവ് ചെയ്ത് വന്നിട്ട് സെന്ററിൽ ടച്ച് ചെയ്തു. അതിനുശേഷം ഇവിടെ തന്നെ 2ാമത്തെ ഇതിനകത്ത് എഡ്ജ് ചെയ്തു. 9ാമത്തെ. ഇനി 0 എന്നുള്ളത് നമ്മൾ നേരത്തെ O പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അത് കറക്റ്റ് വൃത്താകൃതിയിലാകുന്നു. 0 നമുക്കൊരു വൃത്താകൃതിയില്ല. എന്താ, നമ്മൾ 6:5 വരയ്ക്കുന്നത്. ഇവിടെ നമ്മൾ 0 O വരച്ചത് നമ്മൾ 6:6 അപ്പൊ അതുകൊണ്ട്
ഇതിന് ചെറിയൊരു ദീർഘവൃത്ത രീതിയിലായിരിക്കും, എലിപ്സിന്റെ രൂപത്തിലായിരിക്കും ഏതുണ്ടാവുന്നത്, ഈ 0 നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ ഇതാക്കുക. അപ്പൊ നോക്കിയ ഇത് നോക്കിയാൽ 6:5 ആണ്, 6 ഹൈറ്റ് ആണ്, 5 വെടുത്താണ്. അപ്പൊ അതിന്റെ സെന്ററുകളിൽ ഇതാക്കുമ്പോൾ ഒരു എലിപ്സ് രൂപത്തിലാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾക്ക് എക്സാമിന് വരുന്ന രീതിയിലുള്ള ലെറ്ററുകൾ കറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാന്നുള്ളത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ എഴുതിയിട്ടുണ്ട്. അതേപോലെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതേപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതിന്റെ ബാക്കി ലെറ്റേഴ്സും ഈ ന്യൂമറൽസും കൂടി നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ കള്ളികൾ വരച്ച് 10 mm ഹൈറ്റ് ആയിട്ട് രീതിയിൽ എഴുതുക. ഇനി അതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു 10 mm ഹൈറ്റിൽ നമ്മൾ അതായത് 2 ലൈനുകൾ തമ്മിലുള്ള ഗ്യാപ്പ് 10 mm എന്നിട്ട് 1 mm വെച്ചിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുക. ഒരു ഗ്രാഫ് നോക്കിയാൽ എങ്ങനെ ഇരിക്കും അതേപോലെ, ഗ്രാഫ് പേപ്പർ എങ്ങനെയാണോ അതേപോലെ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് കള്ളികൾ വരയ്ക്കുക. എന്നിട്ട് അതിനുശേഷം ഈ ലെറ്റേഴ്സ് എടുക്കുക. ഇനി നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറയാതെ വിട്ടുപോയൊരു സാധനമുണ്ട്. ഈ 2 ലെറ്റേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പ് ഒരു കോളായിരിക്കണം. അതായത് ഇപ്പൊ ഈ ഒരു ലെറ്റർ കഴിഞ്ഞാൽ അടുത്ത ഈ ഒരു കോളത്തിൽ എന്ത് എഴുതാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത കോളത്തിൽ തൊട്ടേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു ലെറ്റർ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാ അക്ഷരങ്ങൾക്കും എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഓരോ കോളം ഗ്യാപ്പ് വിടണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഒരു സെന്റൻസ് തന്നിട്ട് അത് ഇതേപോലത്തെ ലെറ്ററിങ് ടൈപ്പിൽ എഴുതാൻ വേണ്ടി നിങ്ങളോട് പറയും. 10 mm അല്ലെങ്കിൽ 12 mm ഹൈറ്റിലാണ് സാധാരണ എഴുതാൻ പറയാറ്. അപ്പൊ ചില ക്വസ്റ്റ്യൻസിനകത്ത് ന്യൂമറൽസും കണ്ടിട്ടുണ്ട്. ചിലതിന് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഈ പറഞ്ഞ രീതിയിലുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ എഴുതാൻ പറ്റട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.